അടുത്ത ഒരു രൂപ കിട്ടത്തില്ല 2 കാപ്പിക്കുരു കിട്ടുമില്ല. 2 കാപ്പിക്കുരു അല്ലേ? ഈ 2 കാപ്പിക്കുരു അങ്ങോട്ട് പൊടിച്ച് ആ പൊടിച്ച സാധനം ഒരു കാപ്പിപ്പൊടിയായാൽ അതിന് അപ്പോൾ വില എത്രയായിരിക്കും? 1 രൂപ ആയിരിക്കും. എത്രയാവും? 10 രൂപ അല്ലേ? ഈ 10 രൂപയുടെ കാപ്പിപ്പൊടിക്കകത്തു നിന്നും ഒരു 2 രൂപയുടെ കാപ്പിപ്പൊടി എടുത്തൊരു കാപ്പി ഉണ്ടാക്കുമ്പോൾ ആ കാപ്പി ഉടുപ്പി ഹോട്ടലിലാണ് തരുന്നതെങ്കിൽ എത്ര രൂപയും? തൊപ്പി വെച്ച ഒരാള് ഒരു ഗ്ലാസ് മറ്റൊരു ഗ്ലാസ് വെച്ച് ഫ്രണ്ടിൽ കൊണ്ട് വെക്കുമ്പോൾ അതിന്റെ വില എത്രയും? സംഭവം എന്ത് കുരു തന്നെ? 1 രൂപ 2 രൂപയുടെ കുരു തന്നെ എത്ര ഇരട്ടിയായി? 10 ഇരട്ടിയായി. അല്ലെ 1 രൂപയുടെ ആണെങ്കിൽ 20 ഇരട്ടിയായി അല്ലേ? ഇതേ സാധനം കഫേ കോഫിയുടെ ചെല്ലുമ്പോ പകുതി കാപ്പിയും പകുതി പതയായിട്ട് തരുമ്പോ എത്രയായി? 200 രൂപയായി അല്ലേ? 20ന്റെ എത്ര ഇരട്ടിയായപ്പോ 1 രൂപയുടെ 200 ഇരട്ടിയായി അല്ലേ? ആണോ? ഇതേ സാധനം ഒരാൾ ഒരു സാധനത്തിൽ ഇങ്ങനെ തള്ളിക്കൊണ്ട് വന്നിട്ട് അയാള് കാപ്പിപ്പൊടി ഈ സൈഡിൽ, പഞ്ചസാര ഇപ്പുറത്ത്, ഗ്ലാസ് അപ്പുറത്ത്, ചൂടുള്ള ഒരു പാത്രത്തിൽ വെച്ചിട്ട് തള്ളിക്കൊണ്ട് പോകുമ്പോൾ എത്രയായി? 500 പ്ലസ് ടാക്സ് പ്ലസ് GST പ്ലസ് ലക്ഷറി ടാക്സ് എല്ലാം 800 രൂപയായി അല്ലേ? ഈ കാപ്പിക്കുരു എത്രയ്ക്കായിരുന്നു? അത് ഒന്ന് പൊടിച്ച് പാക്കറ്റിലാക്കിയപ്പോ, അത് തുപ്പി വെച്ചുകൊണ്ട് തന്നപ്പോ, അത് പതച്ച് തന്നപ്പോ, അത് തള്ളിക്കൊണ്ട് തന്നപ്പോ ഐറ്റം എന്ത് തന്നെ? ഇതാണ് കസ്റ്റമറുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് വാല്യൂ മാറുന്നതിന്റെ ഘടന. ഫസ്റ്റ് ലെവലിൽ അതൊരു കമ്മോഡിറ്റി ആണ്, എവിടെയും കിട്ടുന്ന ഒരു കുരു മാത്രമാണ് അത്. സെക്കൻഡ് ലെവൽ വന്നപ്പോഴേക്കും അതിനെ ഒന്ന് പൊടിച്ചു, അതിനെ ഒന്ന് കുറച്ചുകൂടെ എളുപ്പം യൂസ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് എത്തി, ഒരു യുണീക് പ്രൊഡക്റ്റ് ആയി. തേർഡ് ലെവലിൽ അതിനെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വാല്യൂ ആഡഡ് പ്രൊഡക്റ്റ് ആക്കി തന്നപ്പോ അതിന്റെ വാല്യൂ 20 ഇരട്ടിയായി അല്ലെ 10 ഇരട്ടിയായി. ഫോർത്ത് ലെവലില് ഇതേ സാധനം കുറച്ചുകൂടെ മികച്ച ഒരു എക്സ്പീരിയൻസിൽ തന്നപ്പോൾ അവിടെ പകുതി പതയാണെങ്കിൽ പോലും 200 ഇരട്ടിയായി. അതേ സാധനം ഒരു സ്വിമ്മിംഗ് പൂളിന്റെ സൈഡിൽ നമ്മൾ കസേരയിൽ ഇരിക്കുമ്പോൾ ഒരാൾ തള്ളിക്കൊണ്ടുവന്ന് കൊണ്ടുവച്ച് നമ്മൾ തന്നെ കലക്കി കുടിച്ചപ്പോ 800 രൂപ. ഇതാണ് മാർക്കറ്റിന്റെ സയൻസ്. ദിസ് ഈസ് ദ സയൻസ് ഓഫ് ദ മാർക്കറ്റ്.